തിയറം 4.14 നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ദ പ്രൈം നമ്പർ തിയറം ഇംപ്ലൈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എം ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ 0 എന്നുണ്ട്. ലെങ്തി പ്രൂഫായിരുന്നു. ഓക്കെ, ഈ വീഡിയോയിൽ ഇതിൻ്റെ കോൺവേഴ്സാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇതിൻ്റെ പ്രൂഫ് ഒന്ന് പഠിക്കുക, എന്നിട്ട് ഈ കോൺവേഴ്സിൻ്റെ പ്രൂഫ് നോക്കുക, എന്നാലേ പെട്ടെന്ന് തലയിൽ കയറുള്ളൂ. ഇതാണ് തിയറം 4.15, അതായത് മറ്റേ തിയറത്തിൻ്റെ കോൺവേഴ്സ്. എന്തുകൊണ്ട് മറ്റേ തിയറത്തിൻ്റെ കോൺവേഴ്സ്? നമ്മൾ സാധാരണ കാണുന്ന കോൺവേഴ്സ് പോലെ അല്ല ഇതിപ്പോൾ തന്നിരിക്കുന്നത് റിലേഷൻ എം ഓഫ് എക്സ് ഈക്വൽ ടു ലിറ്റിൽ ഓ എച്ച് ഓഫ് എക്സ്. ലിറ്റിൽ ഓ ഓഫ് എക്സ് ആസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇംപ്ലൈസ് സൈ ഓഫ് എക്സ് അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ടു എക്സ് ആസ് എക്സ്, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെ അതിൻ്റെ കോൺവേഴ്സ് ആവുക എന്നുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ തിയറം ഒന്നും കൂടെ നോക്കാം. ദ പ്രൈം നമ്പർ തിയറം ഇംപ്ലൈസ്, അപ്പോൾ പ്രൈം നമ്പർ തിയറം അസ്യൂം ചെയ്തിട്ട് ഇത് പ്രൂവ് ചെയ്യാം. ഇതാണ് 4.14 ചെയ്ത്. തിരിച്ച് ഇത് അസ്യൂം ചെയ്തിട്ട് പ്രൈം നമ്പർ തിയറം അല്ലേ പ്രൂവ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നുണ്ടാവും. ശരിക്കും കോൺവേഴ്സ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എം ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിറ്റിൽ ഓ ഓഫ് എക്സ്, ലിറ്റിൽ ഓ എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. എഫ് ഓഫ് എക്സ് ഈസ് ലിറ്റിൽ ഓ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് 0ലേക്ക് പോകണം. ഓക്കെ, ലിമിറ്റ് ഈ കോഷ്യൻ്റ് ഉണ്ടല്ലോ, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കാണുമ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി കേട്ടോ, 0 ആണെന്നുണ്ടെങ്കിൽ ലിറ്റിൽ ഓ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ അതെ എം ഓഫ് എക്സ് ഈസ് ലിറ്റിൽ ഓ ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എം ഓഫ് എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് 0 ആണെന്നല്ലേ? ശരിക്കും അതല്ലേ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ലിറ്റിൽ ഓ വെച്ചിട്ട് പറഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എം ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0 എന്നതിന് പകരം എം ഓഫ് എക്സ് ഈസ് ലിറ്റിൽ ഓ ഓഫ് എക്സ് എന്നും എഴുതാമല്ലോ. ഓക്കെ, ഇനി ഇംപ്ലൈസ് പ്രൈം നമ്പർ എന്ന തിയറം എന്നാൽ ശരിക്കും വേണ്ടത്. അപ്പോൾ സൈ ഓഫ് എക്സ് ഈസ് അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ എന്നുള്ളതിന് പകരം നമുക്ക് അങ്ങനെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രൈം നമ്പർ തിയറത്തിൻ്റെ ലോജിക്കൽ ഈക്വലാൻഡ്, ഇങ്ങനെയൊക്കെ പ്രൈം നമ്പർ തിയറം പറയാമെന്ന് കഴിഞ്ഞ 4.14ൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. പൈ ഓഫ് എക്സ് ലോഗ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 ആണ് നമ്മൾ പ്രൈം നമ്പർ തിയറായിട്ട് പഠിക്കുന്നത്. അതിൻ്റെ ഈക്വലൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ് സൈ ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1, അതായത് ഇങ്ങനെ ഇതിൻ്റെ ലിമിറ്റ് ഈക്വൽ ടു 1 ആവുന്നതും, അതായത് അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ എപ്പോഴാവുക? ലിമിറ്റ് 0 ആവുന്നുണ്ടെങ്കിൽ ലിറ്റിൽ ഓ ഓഫ് എക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ലിറ്റിൽ ഓ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയും. ഇവിടെ ലിമിറ്റ് 1 ആവുന്നുണ്ടെങ്കിൽ അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ എന്ന് പറയും. അപ്പോൾ പ്രൈം നമ്പർ തിയറം ആക്ച്വലി ഇതാണ്, പക്ഷേ അതിന് ഈക്വലൻ്റ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് മൊത്തം പറയുന്നത്. ശരിക്കും നമ്മൾ 4.14ൻ്റെ കോൺവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എം ഓഫ് എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് 0 ആണെന്നാണ് അത് അസ്യൂം ചെയ്തിട്ട് പ്രൈം നമ്പർ തിയറം ഇതാണ് ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ലിമിറ്റ് 0 എന്ന് പറയുന്നതിന് പകരം നമ്മൾ എം ഓഫ് എക്സ് ഈസ് ലിറ്റിൽ ഓ ഓഫ് എക്സ് എന്ന് പറയും. എന്നിട്ട് പ്രൈം നമ്പർ തിയറത്തിന് പകരം നമ്മൾ ഇത് പറയാം, ഇതിന് പകരം ഇത് പറയാം. സോ ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ഇതിന് പകരം ഇത് പ്രൂവ് ചെയ്യും, അല്ല ഇത് അസ്യൂം ചെയ്യും, എന്നിട്ട് ഇതിന് പകരം ഇത് പ്രൂവ് ചെയ്യും. ഇതാണ് പോകുന്ന ട്രാക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുവരെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആക്കുക ചെയ്തുള്ളൂ. അപ്പോൾ തിയറത്തിൻ്റെ പ്രൂഫ് ലെങ്തിയാണ്, ആദ്യം പറയാം. സമയമുള്ളവർ പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് പോകെ മനസ്സിലാവും ലെങ്തി ആണല്ലോ, ഇത് അവസാനിക്കുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ടെക്സ്റ്റ് തന്നെ 2 പേജോളമുണ്ട്. സമയമുള്ളവർ പഠിച്ചാൽ മതി. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞു തരാം. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. 4.14ൻ്റെ കോൺവേഴ്സ് ആണ്. നമ്മൾ എം ഓഫ് എക്സ് ഈസ് ലിറ്റിൽ ഓ ഓഫ് എക്സ് എന്ന് അസ്യൂം ചെയ്യും. സൈ ഓഫ് എക്സ് ഈസ് അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ടു എക്സ്, അഥവാ പ്രൈം നമ്പർ തിയറം തന്നെ. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യും. ശരി, അപ്പോൾ പ്രൂഫിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. സൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇത്രയും വലിയൊരു സംഗതിയാണെന്ന് നമ്മൾ ക്ലെയിം ചെയ്യണം. ഇത് ബൈ ഹേർട്ട് പഠിച്ചു പോവുക. ഓക്കെ, എല്ലാം ബൈ ഹേർട്ട് പഠിക്കേണ്ട വരും നിങ്ങൾ. ഓക്കെ, അപ്പോൾ സൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ഇങ്ങനൊരു സമ്മേഷൻ പ്ലസ് ബിഗ് ഓഫ് 1 കേട്ടോ. ബിഗ് ഓ സ്മോളോ മാറിപ്പോവും. ബിഗ് ഓഫ് 1 എന്ന് പ്രൂവ് ചെയ്യണം. അതിൽ ഈ മ്യൂ എന്നുള്ളത് നമുക്ക് മൊബീസ് ഫംഗ്ഷൻ അതറിയണം. എഫ് എന്നുള്ളത് ഇങ്ങനൊരു ഫംഗ്ഷനാണെന്നുള്ളത് നമുക്ക് വഴിയിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്ലെയിം. സൈ ഓഫ് എക്സ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ നമ്മുടെ 3 സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമുക്ക് ബോക്സ് എക്സിന് എങ്ങനെ എഴുതാം? 3 സമ്മേഷനായിട്ട് എഴുതാൻ പോകാം കേട്ടോ.
ബോക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1, കാരണം എക്സ് വരെയുള്ള എന്നുകളൊക്കെ നിങ്ങൾ സം ചെയ്ത് എന്നിനൊക്കെ നമ്മൾ 1 കൊടുത്തിട്ടുണ്ട്. എക്സ് ബോക്സ് എക്സ് വരെയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് അല്ലേ. എക്സിന് മുമ്പുള്ള നാച്ചുറൽ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് എക്സ് ആണല്ലോ, അതുവരെ നിങ്ങൾ 1 ആഡ് ചെയ്ത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ബോക്സ് എക്സ് കിട്ടുക. ഈ സമ്മേഷൻ്റെ വാല്യൂ ബോക്സ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ബോക്സ് എക്സിന് പകരം ഈ ഒരു 1 എന്ന് കൊടുക്കും, ഈ സമ്മേഷൻ കൊടുക്കും. ഇനി അടുത്ത സൈ ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലാംഡ ഓഫ് എൻ. ഇത് എവിടെ നിന്ന് വന്നു എന്ന് തോന്നുന്നുണ്ടാവും. അത് സൈ ഓഫ് എക്സിൻ്റെ ഡെഫിനിഷനാണ്. ഞാൻ മുമ്പ് പഠിച്ച ഒരുപാട് ഒരു 8-9 കാര്യങ്ങളുണ്ട് ഇതിനകത്ത് വരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാനിതിങ്ങനെ വെച്ചിട്ടുള്ളത്. സൈ ഓഫ് എക്സിൻ്റെ ഡെഫിനിഷനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതും കൺഫ്യൂഷൻ ഉണ്ടാവും പലർക്കും. ഇതും നമ്മൾ മുമ്പ് തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബോക്സ് 1/n. 1/n ഇത് എന്തുകൊണ്ട് 1 ആയി ചോദിച്ചാൽ സിമ്പിളാണ്. എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1/1 ബോക്സ് 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ കിട്ടും. ബാക്കി ഏതൊരു n കൊടുത്തു കഴിഞ്ഞാലും 1/2 1/3 ഒക്കെ വന്നു കഴിഞ്ഞാൽ ലെസ് ദാൻ 1 വരും, അപ്പോൾ 0 ആയി പോകും. ഓക്കെ, അപ്പോൾ സൈ ഓഫ് എക്സിന് പകരം ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. 1 കാണുന്നിടത്ത് ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ 3 സബ്സ്റ്റിറ്റ്യൂഷൻസ് ഞാനൊരു സെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്, എ എന്നൊരു സെറ്റ്. ഓക്കെ, കഴിഞ്ഞില്ല, ഒരു 3 സെറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടും സ്വാഭാവികം. ഓക്കെ, ഓൾസോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് 2 മുമ്പത്തെ 2 തിയറങ്ങളാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. 1-ന് പകരം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ചെയ്യുന്ന എന്താ പറയുക, അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇപ്പോഴേ കാണിച്ചു തരാം. ബോക്സ് എക്സ് മൈനസ് സൈ ഓഫ് എക്സ് മൈനസ് 2c, ഇങ്ങനെയൊരു സംഗതി നമ്മൾ വേറൊരു രൂപമാറ്റം വരുത്താൻ പോവാം. നമുക്ക് വേണ്ടത് ആ ഒരു ഫോമാറ്റിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ബോക്സ് എക്സും സൈ ഓഫ് എക്സും 1 ഇങ്ങനെ മാറ്റും. ഇനി അതിനകത്ത് വന്ന 1-നും ലാംഡ ഓഫ് എന്നിനും 1/n കൊടുക്കാവുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ്. ആദ്യം നമ്മൾ ഈ 2 ഈ 3 ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ സമ്മേഷനകത്ത് വന്നവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 1 വന്നിട്ടുണ്ടല്ലോ, 1-ന് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്. ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പരീക്ഷയ്ക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങളിത് ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മുമ്പത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഫംഗ്ഷൻ ഓർമ്മ ഉണ്ടോ? ഏതൊരു എൻ കൊടുത്തു കഴിഞ്ഞാൽ 1 കിട്ടുന്നത്, അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതെ, ഡിഫൈൻ യൂണിറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ഇങ്ങനെയായിരുന്നു, യു ഓഫ് എൻ ഈക്വൽ ടു 1 ഫോർ ഓൾ എൻ. ഏതൊരു എൻ കൊടുത്തു കഴിഞ്ഞാൽ 1 കിട്ടുന്നത്. അതേപോലെ വേറൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സിഗ്മ ആൽഫ ഓഫ് എൻ പറഞ്ഞിട്ട്. ഇതെങ്ങനെ സിഗ്മ ആൽഫ ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഡിവൈസേഴ്സ് ഓഫ് എൻ ഡി റേസ് ടു ആൽഫ. അതായത് ആൽഫത്തെ പവേഴ്സ് ഓഫ് ഡിവൈസേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. യു ഓഫ് എൻ ഈക്വൽ ടു 1 സിഗ്മ, അതൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സിഗ്മ ആൽഫ ഓഫ് എൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ എന്നുള്ള പവർ കൊടുക്കുക. അപ്പോൾ സിഗ്മ നോട്ട് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, നമ്മൾ 0 എന്ന് പറഞ്ഞാൽ പവർ കൊടുക്കുക ഓരോ ഡിവൈസറിനും. 0 എന്ന് പറഞ്ഞാൽ പവർ 1 തന്നെ. അപ്പോൾ സമ്മേഷൻ ഡിവൈസേഴ്സ് ഓഫ് എൻ 1 എന്ന് വരും. ഞാൻ 1-നെ 1 × 1 എന്ന് എഴുതി. 1 × 1-നെ ഞാൻ യൂണിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോകാം കേട്ടോ. ഈ 1-ന് പകരം ഞാൻ യു ഓഫ് ഡി എന്ന് കൊടുത്തു, ഈ 1-ന് പകരം യു ഓഫ് n/d എന്ന് കൊടുത്തു. കാരണം യുവിന് ഏത് കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 1-ന് ഞാൻ ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇത് ഞാൻ ഡിറിച്ലെറ്റ് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്താൽ യു ഓഫ് ഡി യു ഓഫ് n/d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്റ്റാർ യു ആ അല്ലേ, യു സ്റ്റാർ യു ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറിച്ലെറ്റ് പ്രോഡക്റ്റ് ഇങ്ങനെ വരും. അപ്പോൾ എന്താ കിട്ടിയത്, സിഗ്മ നോട്ട് ഓഫ് എൻ ഈക്വൽ ടു യു സ്റ്റാർ യു എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിഗ്മ നോട്ട് ഈക്വൽ ടു യു സ്റ്റാർ യു എന്നുള്ളതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താ, ഈ ഫോമാറ്റിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 സൈഡിലും മ്യൂ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇവിടെയും മ്യൂ സ്റ്റാർ സിഗ്മ നോട്ട് അപ്ലൈ ചെയ്യുന്നു, ഇവിടെയും മ്യൂ സ്റ്റാർ യു സ്റ്റാർ ഓഫ് യു സ്റ്റാർ യു. ഇവിടെ നമ്മുടെ ഡിറിച്ലെറ്റ് പ്രൊഡക്റ്റ് അസോസിയേറ്റീവ് ആയതുകൊണ്ട് മ്യൂ സ്റ്റാർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മ്യൂ സ്റ്റാർ യു ഇൻറ്റു സ്റ്റാർ യു എന്ന് കൊടുക്കാമല്ലോ. ഇനി മ്യൂ സ്റ്റാർ യു എന്താണെന്നുള്ളത് ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതും ഞാൻ പ്രീവിയസ് പഠിച്ചതായതുകൊണ്ട് മുമ്പ് പഠിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. മ്യൂ സ്റ്റാർ യു ഈക്വൽ ടു ഐ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ മ്യൂ സ്റ്റാർ യുവിന് പകരം ഞാൻ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഐ സ്റ്റാർ യു എന്ന് വരും. ഐ സ്റ്റാർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആണ് നമുക്കറിയാം, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് യു എന്ന് കൊടുക്കാം. ഓക്കെ, മ്യൂ സ്റ്റാർ സിഗ്മ നോട്ട് ഈക്വൽ ടു യു എന്ന് കിട്ടി. ഇനി ഞാൻ എൻ അപ്ലൈ ചെയ്തു നിർത്താം. അപ്പോൾ യു ഓഫ് എൻ ഈക്വൽ ടു മ്യൂ സ്റ്റാർ സിഗ്മ നോട്ട് ഓഫ് എൻ എന്ന് വരുമല്ലോ. യു ഓഫ് എൻ എന്തായാലും 1 ആണ്, എല്ലാത്തിനും 1 ആണ്. ഇതിൽ ഡിറിച്ലെറ്റ് പ്രൊഡക്റ്റിന് എൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, സമ്മേഷൻ ഡിവൈസേഴ്സ് ഓഫ് എൻ മ്യൂ ഓഫ് ഡി ഇൻറ്റു സിഗ്മ നോട്ട് ഓഫ് n/d. ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് കഷ്ടപ്പെട്ട് നമ്മൾ എത്തിച്ച ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 1-ന് പകരം ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുന്നത്. പരീക്ഷയ്ക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് കാണിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ, വേറെ ഒരുപാട് എഴുതാനുണ്ട്. ഇനി ലാംഡ ഓഫ് എൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വന്നു, ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകണം കേട്ടോ. എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ തിയറം 2.11 ആണ്, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തിയറം 2.11-ൽ നിങ്ങൾ ലാംഡ ഓഫ് എന്നിന് പകരം ഇങ്ങനെ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്, സമ്മേഷൻ ഡിവൈസേഴ്സ് ഓഫ് എൻ മ്യൂ ഓഫ് ഡി ഇൻറ്റു ലോഗ് n/d. ഓക്കെ, അത് തിയറം 2.11 ആണ്.
ഇനി തിയറം 2.1 നമ്മൾ അടുത്ത 1/n ബോക്സ് 1/n സബ്സ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ സിലബസിൽ ആദ്യത്തെ ഫംഗ്ഷൻ തിയറം ആയിരുന്നത് ബോക്സ് 1/n ഈക്വൽ ടു സമ്മേഷൻ ഡിവൈസേഴ്സ് ഓഫ് എൻ മ്യൂ ഓഫ് ഡി. ഓക്കെ, അതും അതെ തിയറം 2.1 പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. 1/n വരെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ആയി. നിങ്ങൾ എ എന്നൊരു സെറ്റ് ഇത് ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻ ബി എന്നൊരു സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻ എ എന്ന ഒരു സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും, പിന്നെ അതിനകത്ത് ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇതാണ് പോകുന്ന ട്രാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇത് നിങ്ങൾ അടുത്ത ബൈ ഹേർട്ട് പഠിക്കേണ്ട സംഗതിയാണ്. ബോക്സ് എക്സ് മൈനസ് ഐ ഓഫ് എക്സ് മൈനസ് 2c. ഓക്കെ, ഇതിന് മൂന്നിനാണല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചത് എ എന്ന സെറ്റിൽ. അപ്പോൾ ബോക്സ് എക്സ് മൈനസ് ഐ ഓഫ് എക്സ് മൈനസ് 2cയിൽ ബോക്സ് എക്സിന് പകരം ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഐ ഓഫ് എക്സിന് പകരം അതിൻ്റെ ഡെഫിനിഷൻ, പിന്നെ 2c ഇൻറ്റു 1 അല്ലേ, അതിൽ 2c അവിടെ നിർത്തി 1ന് പകരം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ സെറ്റ് എ. ഓക്കെ, അതാദ്യം ചെയ്തു. ഇനി നോക്കി നോക്കി എല്ലാവരും n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ആണ്. ഞാൻ കോമൺ ആയിട്ട് ഒറ്റ സമേഷൻ മതി. അപ്പോൾ എന്ത് വരും, 1 മൈനസ് ലാംഡ ഓഫ് n മൈനസ് പിന്നെ 2c നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം, 2c കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ 2c ഇൻറ്റു ബോക്സ് 1/n അങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു വലിയ ടേമായി കിട്ടും സമ്മേഷൻ്റെ ഉള്ളിൽ, ഒറ്റ സമ്മേഷൻ ആക്കിയിട്ട് എഴുതി. ഇനി ഇതിൽ ഓരോന്നിനുള്ള 1 ലാംഡ ഓഫ് n ബോക്സ് 1/n ഇതിന് മൂന്നിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ബി എന്ന സെറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാം. ബി എന്ന സെറ്റിൽ 1ന് പകരം നമ്മൾ എന്താ ചെയ്ത് വെച്ചിട്ടുള്ളത്, ദേ സമ്മേഷൻ ഡിവൈസേഴ്സ് ഓഫ് എൻ മ്യൂ ഓഫ് ഡി ഇൻറ്റു സിഗ്മ നോട്ട് ഓഫ് n ബൈ ഡി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1ന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ്. അടുത്തത് ലാംഡ ഓഫ് n പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ സമ്മേഷൻ ഡിവൈസേഴ്സ് ഓഫ് എൻ മ്യൂ ഓഫ് ഡി ഇൻറ്റു ലോഗ് n ബൈ ഡി, ലാംഡ ഓഫ് n സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നെ 2c അവിടെ നിൽക്കട്ടെ, ബോക്സ് 1/n സബ്സ്റ്റിറ്റ്യൂഷൻ സമ്മേഷൻ ഡിവൈസേഴ്സ് ഓഫ് എൻ മ്യൂ ഓഫ് ഡി. ഇത് ബി എന്ന സെറ്റിൽ നിന്ന് ഉണ്ടാക്കി അല്ലെങ്കിൽ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇനി ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സമ്മേഷൻ എന്താണ്, ഡിവൈസേഴ്സ് ഓഫ് എൻ, സമ്മേഷൻ ഓവർ ഡിവൈസേഴ്സ് ഓഫ് എൻ. അത് നമുക്ക് പുറത്തേക്ക് എടുക്കാനല്ലേ, പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു സമ്മേഷൻ ആക്കിയിട്ട് എഴുതാം ഈ 3 ടേമിന്. അപ്പോൾ സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ, സമ്മേഷൻ ഡിവൈസേഴ്സ് ഓഫ് എന്നും കൊടുത്തു. മ്യൂ ഓഫ് ടി ഇൻറ്റു സിഗ്മ നോട്ട് ഓഫ് n ബൈ ഡി മൈനസ് മ്യൂ ഓഫ് ടി ഇൻറ്റു ലോഗ് n ബൈ ഡി മൈനസ് 2c ഇൻറ്റു മ്യൂ ഓഫ് ഡി. അങ്ങനെ ആവുമല്ലോ. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമൺ ടേം കൂടെ നമുക്ക് കാണാൻ പറ്റും, മ്യൂ ഓഫ് ഡി മ്യൂ ഓഫ് ഡി മ്യൂ ഓഫ് ഡി. അത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സിഗ്മ നോട്ട് ഓഫ് n ബൈ ഡി മൈനസ് ലോഗ് n ബൈ ഡി മൈനസ് 2c. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാവുന്നൊരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, 2 സമ്മേഷൻ അല്ല, ഞാൻ ഒറ്റ സമ്മേഷനാക്കി എഴുതാൻ പോകാം കേട്ടോ. n ബൈ ഡി ഈക്വൽ ടു നമ്മളിത് മുമ്പും ഫസ്റ്റത്തെ 1-2 തിയറങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. n ബൈ ഡി സമം q എന്ന് കൊടുത്തു. അപ്പോൾ n ഈക്വൽ ടു q d എന്ന് വരുമല്ലോ അല്ലേ. അപ്പോൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്നുള്ളതിന് പകരം എനിക്ക് q d കൊടുത്തുകൊണ്ട് q d ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മളിവിടെ വേരി ചെയ്യുന്ന ഡിവൈസേഴ്സ് ഓഫ് n ആണല്ലോ, ഇത് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ക്യൂവും n ബൈ ഡിയും ഡിയുമാണ് ഇവിടെ വേരി ചെയ്യുന്നത്, ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ n ബൈ ഡിക്ക് പകരമൊക്കെ ഞാൻ ഇവിടെ കാണുന്ന n ബൈ ഡിക്ക് പകരമൊക്കെ ഞാൻ q എന്ന് കൊടുക്കുന്നു, പിന്നെ ഡിയും ഉണ്ട്. അപ്പോൾ ഡിയും n ബൈ ഡിയാണ് വേരി ചെയ്യുക. സമ്മേഷൻ ഓവർ നിങ്ങളിത് 2 സമ്മേഷൻ ഒറ്റന്നാക്കി മാറ്റി n ബൈ ഡി ഈക്വൽ ടു q എന്ന് കൊടുക്കുക, n ബൈ ഡി കാണുന്നിടത്തൊക്കെ q എന്ന് കൊടുക്കുക, അപ്പോൾ n കാണുന്നിടത്തൊക്കെ q d എന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒറ്റ സമ്മേഷനാക്കി എഴുതി. ശരി, ഇപ്പോൾ ഇങ്ങനെ ഒരു സമ്മേഷൻ കിട്ടി. നമ്മൾ ഏകദേശം അതിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമ്മേഷൻ ഓവർ ക്യൂ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് ഡി ഇങ്ങനെ വന്നു. ഇതിന് മൊത്തം ഒരു ഫംഗ്ഷൻ്റെ ഫോമാറ്റ് അല്ലേ, ക്യൂ അല്ലേ ഇവിടെ വേരി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനായിട്ട് എടുക്കുക. നമ്മുടെ ഫസ്റ്റത്തെ ക്ലെയിമിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, സിഗ്മ നോട്ട് ഓഫ് എൻ മൈനസ് ലോഗ് എൻ മൈനസ് 2c, ഏകദേശം ആ ഫോമാറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ എഫ് ഓഫ് എൻ ഈക്വൽ ടു സിഗ്മ നോട്ട് ഓഫ് എൻ മൈനസ് ലോഗ് എൻ മൈനസ് 2c എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എഫ് ഓഫ് ക്യൂ അല്ലേ, എന്നിന് പകരം ക്യൂ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇതിന് മൊത്തം ഞാൻ എഫ് ഓഫ് എൻ എന്ന് കൊടുത്തുകൊണ്ട് ഇത് എഫ് ഓഫ് ക്യൂ ആയി മാറും. ഓക്കെ, ഇനി നമ്മളതിനെ മാറ്റി എഴുതാൻ പോകും. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്, ബോക്സ് എക്സ് മൈനസ് സൈ ഓഫ് എക്സ് മൈനസ് 2c ഈക്വൽ ടു സമ്മേഷൻ ക്യൂ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ക്യൂ. ഓക്കെ, ഇതിൽ നമുക്ക് സൈ ഓഫ് എക്സിന് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ക്ലെയിമിലേ. അപ്പോൾ സൈ ഓഫ് എക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് പോസിറ്റീവ് ആക്കാം, ഇത് അങ്ങോട്ടും കൊണ്ടുപോകാം. ഇത്രയും ചെയ്തുള്ള ഈ സ്റ്റെപ്പിൽ സൈ ഓഫ് എക്സ് ഇങ്ങോട്ടും കൊണ്ടുവന്ന് ഈ സമ്മേഷൻ ഇങ്ങോട്ടും കൊണ്ടുപോയി. അപ്പോൾ എന്താവും, ബോക്സ് എക്സ് മൈനസ് സമ്മേഷൻ ക്യൂ ഡി മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ക്യൂ മൈനസ് 2c ഈക്വൽ ടു സൈ ഓഫ് എക്സ് എന്ന് വരും. ഇനി ബോക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നമ്പറിൽ നിന്ന് അതിൻ്റെ ഡെസിമൽ വാല്യൂ കുറച്ചാൽ മതി. അപ്പോൾ ഞാൻ ബോക്സ് എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഞാൻ സ്റ്റെപ്പിൽ ആപ്പിക്കാൻ വേണ്ടി സൈ ഓഫ് എക്സിനെ അപ്പുറത്ത് എഴുതി, ഇത് അപ്പുറത്ത് എഴുതി കേട്ടോ. അപ്പോൾ സൈ ഓഫ് എക്സ് ഈക്വൽ ടു ബോക്സ് എക്സിന് പകരം എക്സ് മൈനസ് സെറ്റ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, മൈനസ് 2c മൈനസ് ഈ സമ്മേഷൻ. ഇനി എടാ ഈ സെറ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ പാർട്ട് എന്തായാലും 1നേക്കാൾ ചെറുതാവില്ലേ. അപ്പോൾ എനിക്ക് സെറ്റ് എക്സിന് പകരം ബിഗ് ഓഫ് 1 എന്ന് പറയാം. ഈ 2c എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ബിഗ് ഓഫ് 1 ആണ്. സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1നേക്കാൾ കുറവായിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു വലിയ കോൺസ്റ്റൻ്റ് എടുത്താൽ മതി, ഓയിലേഴ്സ് കോൺസ്റ്റൻ്റ് ആണത്. അപ്പോൾ അതിനേക്കാൾ വലിയൊരു നമ്പർ എടുത്താൽ മതി,
ഓക്കെ, അപ്പോൾ ഇതിനും ബിഗ് ഓഫ് ആണെന്ന് എഴുതും, ഇതിനും ബിഗ് ഓഫ് ആണെന്ന് എഴുതും. നമ്മൾക്ക് വേണ്ടതിലേക്ക് എത്തിക്കുകയാണ്, ഓൾമോസ്റ്റ് ആയി. ഈ സമ്മേഷനും ബിഗ് ഓഫ് വണ്ണും ബിഗ് ഓഫ് വണ്ണും ചേർത്തിട്ട് ഒറ്റ ബിഗ് ഓഫ് വണ്ണ് എഴുതാം. ഇനി നോക്കിക്കഴിഞ്ഞാൽ സൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ഒരു സമ്മേഷൻ മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ക്യൂ പ്ലസ് ബിഗ് ഓഫ് വൺ. ഫസ്റ്റത്തെ ക്ലെയിമായി പകുതി കഴിഞ്ഞു തന്നെ പറയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സൈ ഓഫ് നമ്മുടെ ക്ലെയിം, ഫൈനൽ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈ ഓഫ് എക്സ് അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ പ്രൈം നമ്പർ തിയറാണ്. അത് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നമുക്ക് സൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെയല്ലേ കിട്ടിയത്, അതായത് സൈ ഓഫ് എക്സ് എക്സിൻ്റെ കൂടെ ഈക്വൽ ടു അല്ലെങ്കിൽ അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ടു എക്സ് എന്ന് കിട്ടണമെന്നുണ്ടെങ്കിലേ ഇവിടെ ഈ ഭാഗമൊന്നും പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഏകദേശം എക്സിനോട് ഈക്വൽ ആവുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഭാഗം ഏകദേശം പകുതിയായി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സൈ ഓഫ് എക്സ് അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ടു എക്സ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടേം ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയ സമ്മേഷൻ എന്ന് പറഞ്ഞൊരു വലിയ സംഗതി ഉണ്ടല്ലോ, അത് ലിറ്റിൽ ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. നിങ്ങളിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കുക. തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, സെക്കൻഡ് ഹാഫാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ റീസൺ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ക്ലെയിം ചെയ്യണമെന്നുള്ളതിൻ്റെ റീസണാണ് പറയുന്നത്, പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല. ഇപ്പോൾ നമുക്ക് സൈ ഓഫ് എക്സിന് എങ്ങനെയാണ് കിട്ടിയത്? ഓക്കെ, നമുക്ക് സൈ ഓഫ് എക്സ് അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ടു എക്സ് എന്ന് കിട്ടണമെന്നുണ്ടെങ്കിലേ, അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സൈ ഓഫ് എക്സ് ബൈ എക്സ് ലിമിറ്റ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം അല്ലേ? അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് എക്സിനോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈ ഓഫ് എക്സ് ബൈ എക്സ് വന്നോളൂ. അപ്പോൾ ഞാൻ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ എക്സ്, സൈ ഓഫ് എക്സ് ബൈ എക്സ്, എക്സ് ബൈ എക്സ് പറഞ്ഞാൽ 1, പിന്നെ ഇതിനൊരു ഡിവൈഡ് ബൈ എക്സ് കൊടുക്കേണ്ടി വരും, ഇതിനൊരു ഡിവൈഡ് ബൈ എക്സ് കിട്ടേണ്ടി വരും. അപ്പോൾ ആസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യാൻ എഴുതാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി സൈ ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഇത് 1ൻ്റെ ലിമിറ്റ് 1 തന്നെ, ഇത് 1 ആയി പോകും. എടാ നമുക്ക് അൾട്ടിമേറ്റ്ലി ലിമിറ്റ് 1 എന്ന് കിട്ടണം, ആ 1 ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ലിമിറ്റും 0 ആയി പോകണ്ടേ? ഓക്കെ, സൈ ഓഫ് എക്സ് അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ടു എക്സ് എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റ് 1 ആയി പോകണം. അപ്പോൾ അത് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതും 0 ആവണം, ഇതും 0 ആവണം, ഈ രണ്ടെണ്ണത്തിൻ്റെ ലിമിറ്റ്. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിറ്റിൽ ഓൻ്റെ ഡെഫിനേഷൻ അല്ലേ? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? അതായത് ഇത് ലിറ്റിൽ ഓഫ് എക്സ്, അതല്ല എൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിമിറ്റ് 0 ആയിക്കോളും. ഓക്കെ, ലിമിറ്റ് 0 ആയി കഴിഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആയി പോകും. ഇനി ബിഗ് ഓ 1 ബൈ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1 അല്ലേ? അപ്പോൾ ഒരു എം പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണെന്ന് കരുതാം, എം ബൈ എക്സ്. ആസ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി എക്സ് താഴെയല്ലേ, എക്സ് വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകണം, മേലെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് എന്തായാലും 0ലേക്ക് പോകും. ഈ വാല്യൂ എന്തായാലും 0ലേക്ക് പോകും. ഈ വാല്യൂ 0ലേക്ക് പോകും എന്നുള്ളതിന് പകരം ലിറ്റിൽ ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് അവിടെ ലിറ്റിൽ ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യുന്നത്. അത് മനസ്സിലായാലില്ലെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കുക, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി സൈ ഓഫ് എക്സ് അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ടു എക്സ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഈ ടേം ലിറ്റിൽ ഓഫ് എക്സ് ആണ് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള പണിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ലിറ്റിൽ ഓഫ് എക്സ് എന്ന് പറയുന്നു. ഈ ഒരു സംഭവം നിങ്ങൾ ഈ ഫോമാറ്റിൽ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളൊരു തിയറത്തിൻ്റെ ഫോമാറ്റിലാണ്. സമ്മേഷൻ ക്യൂ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ക്യൂ ഈക്വൽ ടു പറഞ്ഞിട്ട് നമ്മൾ മുമ്പൊരു ഫിഗറൊക്കെ വരച്ചിട്ടുള്ള തിയറം പഠിച്ചിട്ടുണ്ട്. അതിൽ മ്യൂ ഒന്നും ആയിരുന്നില്ല എന്ന് മാത്രം. ഒരു എഫും ബിയും അല്ലെങ്കിൽ എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ഡി ഇൻറ്റു ജി ഓഫ് ക്യൂവിനെ നമ്മൾ ഒരു ഗ്രാഫൊക്കെ വരച്ചിട്ട് 3 പാർട്ടാക്കി തിരിച്ചു. ഓക്കെ, ക്യൂ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഇങ്ങനെ ഈ രീതിയിൽ സമ്മേഷൻ വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എൻ ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എക്സ് ബൈ എൻ പ്ലസ് ജി ഓഫ് എൻ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ബൈ എൻ. ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ജീൻ്റെ സമ്മ്, ക്യാപിറ്റൽ എഫ് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എഫിൻ്റെ സമ്മ്. ഇങ്ങനെ ഒരു തിയറം നമ്മൾ തിയറം 3.17 പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഫോമാറ്റിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എഫും ജിക്കും പകരം ഇവിടെ വന്നിട്ടുള്ളത് മ്യൂവും എഫും ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. തിയറം 3.17 പ്രകാരം സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എ ബി ഈക്വൽ ടു എക്സ് ആണ് കേട്ടോ. അങ്ങനത്തെ എയും ബിയും ആണ് ഇവിടെ. എവിടെ നിന്ന് ഇപ്പോൾ എയും ബിയും എന്ന് തോന്നുന്നവരോടാണ്. അപ്പോൾ സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ആദ്യം നമ്മൾ മ്യൂ എടുക്കണു, സ്മോൾ എഫിൻ്റെ സം എടുക്കണു, എഫ് ഓഫ് എക്സ് ബൈ എൻ. ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്മോൾ എഫ് ആണ്. അതേപോലെ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന പോലെ സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം മ്യൂ എടുക്കുന്നു, എഫിൻ്റെ ക്യാപിറ്റൽ എഫ് ആക്കി, പിന്നെ സ്മോൾ എഫ് എടുക്കണു,
മ്യൂവിൻ്റെ ക്യാപിറ്റൽ എം ആക്കി. ഓക്കെ, മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു മ്യൂ ഓഫ് ബി. തിയറം 3.17 ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു. അതിൽ എ ബി ഈക്വൽ ടു എക്സ് ആണ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ സമ്മേഷൻ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എൻ ആണ്. ഓക്കെ, അത് വെച്ച് ഇങ്ങനെ എഴുതി. ഇനി പോകുന്ന എന്താണ് ചെയ്യുന്നത് ഞാൻ പറയാം. ഈ 3 ടേം ഉണ്ടല്ലോ ഈ സമ്മേഷനിലെ, അത് 3ഉം ഇത് ലിറ്റിൽ ഓഫ് എക്സ് എന്ന് പറയുന്നതിന് പകരം ഇത് 3ഉം സെപ്പറേറ്റ്ലി ലിറ്റിൽ ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ആണ്. 3 സെപ്പറേറ്റ് നമ്മൾ ചെയ്യാൻ പോവാം. ഓക്കെ, വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, എന്നാലും കുറച്ച്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് പറഞ്ഞ ഫംഗ്ഷൻ അറിയാമല്ലോ, സ്മോൾ എഫിൻ്റെ സം ആണെന്നുള്ളത്. ഈ എഫ് ഓഫ് എക്സ് ബിഗ് ഓഫ് റൂട്ട് എക്സ്, ബിഗ് ആണ് കേട്ടോ, ബിഗ് ഓഫ് റൂട്ട് എക്സ് ആണെന്ന് ആദ്യം ക്ലെയിം ചെയ്യാൻ പോവാം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പോലെയാണ്. എന്തായാലും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബിഗ് ഓഫ് റൂട്ട് എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. നമ്മുടെ കയ്യിലുള്ള എഫ് ഓഫ് എക്സ് സ്മോൾ എഫിൻ്റെ സം ആണെന്ന് അറിയാം. അതിൽ സ്മോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ നോട്ട് ഓഫ് എൻ മൈനസ് ലോഗ് എൻ മൈനസ് 2c ആണെന്ന് നമുക്കറിയാം. ഇതിൽ സമ്മേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ, സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് സിഗ്മ നോട്ട് ഓഫ് എൻ മൈനസ് സമ്മേഷൻ ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിൽ 2c കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് 1 എന്ന് എഴുതി കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഇതിൽ ഓരോ സമ്മേഷൻ നമ്മൾ മാറ്റി എഴുതാൻ പോകാം കേട്ടോ. നമുക്കറിയാം സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് സിഗ്മ നോട്ട് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്മ ആൽഫ ഓഫ് എൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സമ്മേഷൻ ഡിവൈസേഴ്സ് ഓഫ് എൻ ഡി റേസ് ടു ആൽഫ അല്ലേ. അപ്പോൾ സിഗ്മ നോട്ട് ഓഫ് എൻ എന്താ വരിക, സമ്മേഷൻ ഡിവൈഡ്സ് എൻ ഡി റേസ് ടു 0. അപ്പോൾ ഈ സിഗ്മ നോട്ട് ഓഫ് എന്നിന് പകരം ഞാനിത് മൊത്തം സമ്മേഷൻ ഡിവൈഡ്സ് എൻ സിഗ്മ നോട്ട് ഓഫ് എൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആട്ടോ അത്. അതിൻ്റെ ബാക്കിലൊരു സമ്മേഷൻ വേറെ ഉണ്ട്. ഓക്കെ, ഡി റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സമ്മേഷൻ ഓവർ ഡിവൈസേഴ്സ് ഓഫ് എൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിവൈസറിനെ നമ്മൾ 1 എന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ടോട്ടൽ നമ്പർ ഓഫ് ഡിവൈസേഴ്സാണ്. അപ്പോൾ സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ഡി ഓഫ് എൻ എന്ന് പറയാം. സിഗ്മ നോട്ട് ഓഫ് എന്നിന് നമ്മൾ ഡി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓർത്താൽ മതി. ഓക്കെ, ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല. സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ഡി ഓഫ് എൻ എന്ന് എനിക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതവിടെ നിൽക്കട്ടെ. അടുത്തത് എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലോഗ് എൻ. അപ്പോൾ ഇതിന് ഒരു മിനിറ്റ്, സോറി ഇവിടെ പറഞ്ഞില്ല. സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ഡി ഓഫ് എൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ തിയറം 3.3 എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ തിയറത്തിൻ്റെ പ്രൂഫിൽ വലിയൊരു ബുദ്ധിമുട്ട് ഇതാണ്, മുമ്പത്തെ കുറേ തിയറങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. സിഗ്മ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ഡി ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ സംഗതിയാണെന്ന് തിയറം 3.3 നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആ തിയറം അതുപോലെ എടുത്ത് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി സിഗ്മ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് സിഗ്മ നോട്ട് ഓഫ് എൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മാർക്കണ്ട. ഓക്കെ, ആദ്യം നമ്മൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ് തിരിച്ചെടുത്തു. ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി എൻ ലെസ് ദാൻ ഈക്വൽ ടു ലോഗ് എൻ നോക്കി നോക്കാം. ലോഗ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ എക്സിന് മുന്നുള്ള ഓരോ എന്നിന് നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യണം അതല്ലേ. അപ്പോൾ ലോഗ് 1, ലോഗ് 2, ലോഗ് 3 അങ്ങനെ ലോഗ് ബോക്സ് എക്സ് വരെ പോകണം. ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് 1 × 2 × അങ്ങനെ ബോക്സ് എക്സ് വരെ മൾട്ടിപ്ലൈ ചെയ്യാം. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ × ബി ആണല്ലോ. അപ്പോൾ 1 × 2 അങ്ങനെ ബോക്സ് എക്സ് വരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് എക്സിൻ്റെ ഫാക്ടോറിയൽ. ലോഗ് ബോക്സ് എക്സ് ഫാക്ടോറിയൽ നിങ്ങൾ തന്നെ പലർക്കും ഓർമ്മ ഉണ്ടാവും, വേറെ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു തിയറം 3.15 അവിടെയും തിയറം യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതായിരുന്നു തിയറം 3.15. ലോഗ് ബോക്സ് എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് ബിഗ് ഓഫ് ലോഗ് എക്സ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് ബിഗ് ഓഫ് ലോഗ് എക്സ് തിയറം 3.15. അതിന് ഞാൻ 2 എന്ന് കൊടുത്തു, കാരണം ഇത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അതേപോലെ തന്നെ ലാസ്റ്റുള്ളൊരു സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് 1 ആണ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് 1 പകരം നമുക്ക് അത് ആ എക്സ് വരെയുള്ള എന്നുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് എക്സ് കിട്ടും. ഓക്കെ, ബോക്സ് എക്സ് നമ്പർ ഓഫ് ടൈംസ് 1 നിങ്ങൾ ആഡ് ചെയ്യും. എന്തായാലും ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻ സിഗ്മ നോട്ട് ഓഫ് എന്നിന് ലോഗ് എന്നിന് 1 ഈ സമ്മേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക, ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് തന്നെയാണ്. നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫസ്റ്റത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്. ഇത്രയും വലിയ സബ്സ്റ്റിറ്റ്യൂഷനാണ്, ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഇത് വൃത്തിയായി പഠിക്കുന്നവർ അതിങ്ങനെ തന്നെ പഠിക്കണം. ആദ്യം സിഗ്മ നോട്ട് ഓഫ് എന്നിൻ്റെ ആ സമ്മേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, അടുത്തത് ലോഗ് എന്നിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, 2c × 1 സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ചെയ്തു. ഇനി ഒന്ന് ബ്രാക്കറ്റ് പൊളിച്ച് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കഴിയും. എക്സ് ലോഗ് എക്സ് നിങ്ങൾ നോക്കി നോക്കുക, ഇവിടെ ഒരു എക്സ് ലോഗ് എക്സ് ഉണ്ട്. ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സ് ലോഗ് എക്സ് വരിക, ക്യാൻസലായി പോകും. പിന്നെ ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. 2c കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2c x വരും, മൈനസ് എക്സും വരും. ഓക്കെ, ഞാൻ 2c x മൈനസ് എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ബിഗ് ഓഫ് റൂട്ട് എക്സ് ഉണ്ട്. പിന്നെ ഒരു ഈ മൈനസും ചേർന്നിട്ട് പ്ലസ് എക്സ് ആവും. പിന്നെ ഒരു ഈ മൈനസും ഈ പ്ലസും ചേർന്നിട്ട് മൈനസ് ബിഗ് ഓഫ് ലോഗ് എക്സ്. അത് പ്ലസ് എന്ന് എഴുതിയാൽ തെറ്റൊന്നുമില്ല, ബിഗ് ഓ അല്ലേടാ. ഓക്കെ, മൈനസ് 2c ബോക്സ് എക്സിന് പകരം ഞാൻ ബോക്സ് എക്സിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് അതിൻ്റെ ഡെസിമൽ പാർട്ട് ഇങ്ങനെ എഴുതാമല്ലോ.
ഈ ബോക്സ് ആ ബോക്സ് അല്ല കേട്ടോ, ഞാനൊരു ഒരു 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 ബ്രാക്കറ്റ് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് ഡെസിമൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് എക്സ് എന്ന് പറയാമല്ലോ. ബോക്സ് എക്സ് ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുറേ ക്യാൻസലായി പോകും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എക്സ് ഉണ്ട്, ക്യാൻസലായി പോയി. പിന്നെ ബാക്കി ഉണ്ടാവുമതേ ഇവിടെ ഒരു 2cx ഉണ്ട്, ഈ -2c കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2cx, അതും ക്യാൻസലായി പോകും. ബാക്കി എന്താണ്ടാവും, ഒരു ബിഗ് ഓഫ് റൂട്ട് എക്സ് ഉണ്ടാവും, ഒരു ബിഗ് ഓഫ് ലോഗ് എക്സ് ഉണ്ടാവും. -2c ഇൻറ്റു ഡെസിമൽ പാർട്ട് ഓഫ് എക്സ്, അത് മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് +2c ഡെസിമൽ പാർട്ട് ഓഫ് എക്സ്. ഓക്കെ, ഇൻ ഷോർട്ട് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്, ഒരു ബിഗ് ഓഫ് റൂട്ട് എക്സ്, ബിഗ് ഓഫ് ലോഗ് എക്സ്. ഇവിടെ 2c പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റാണ്, ഡെസിമൽ പാർട്ട് ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതും <1 ആണ്. അപ്പോൾ നമുക്കിത് ബിഗ് ഓഫ് 1 എന്ന് പറഞ്ഞൂടെ, ഒരു നമ്പറിനേക്കാൾ എന്തായാലും കുറവായിരിക്കും. ഇത് വേണമെങ്കിൽ <2c എന്ന് തന്നെ എനിക്ക് പറയാം, കാരണം ഇത് 1നേക്കാൾ കുറവായതുകൊണ്ട് ഇതൊരു 2cനേക്കാൾ കുറവായിരിക്കും. അതെന്തായാലും ബിഗ് ഓഫ് 1 ആണ്. അപ്പോൾ ഞാൻ ഈ 2c ഇൻറ്റു ഡെസിമൽ പാർട്ട് ഓഫ് എക്സിന് പകരം ഞാൻ ബിഗ് ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിഗ് ഓഫ് റൂട്ട് എക്സ് പ്ലസ് ഈ ലോഗ് എക്സ്, ഇതൊന്നും നിങ്ങൾ പ്രൂവ് ചെയ്യാൻ നിൽക്കണ്ട, ലോഗ് എക്സിനേക്കാൾ വലുതാണ് റൂട്ട് എക്സ്, അത്രയേ ഉള്ളൂ, അത്ര മതി. ബിഗ് ഓഫ് റൂട്ട് എക്സ് പ്ലസ് ബിഗ് ഓഫ് റൂട്ട് എക്സ് 1നേക്കാൾ വലുതാണ് റൂട്ട് എക്സ് എന്ന ഫംഗ്ഷനും. അപ്പോൾ അതും ബിഗ് ഓഫ് റൂട്ട് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ മൂന്നും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ക്ലെയിം ഓർമ്മ ഉണ്ടായാൽ മതി, f(x) = ബിഗ് ഓഫ് റൂട്ട് എക്സ്, അതായിരുന്നു ക്ലെയിം. ശരി, അതിലേക്ക് എത്തിച്ചു. ഇനി ബിഗ് ഓഫ് റൂട്ട് എക്സ് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബിഗ് ഓഫ് റൂട്ട് എക്സ് അല്ലെങ്കിൽ ബിഗ് ഓഫ് സംതിങ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനിഷൻ എന്തായിരുന്നു, ദയറക്റ്റ് ബി ഗ്രേറ്റർ അല്ലെങ്കിൽ m > 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് f(x) < സം m ഇൻറ്റു റൂട്ട് എക്സ്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ബി എന്ന ലെറ്ററാണ്, കാരണം m ഓൾറെഡി നമ്മൾ തിയറത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പറയാമല്ലോ, ദയറക്റ്റ് ബി > 0 സച്ച് ദാറ്റ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് കയറി പറഞ്ഞത് മൊത്തം. f(x) ഇത് ഇനി ആവശ്യമുണ്ട് കേട്ടോ, f(x) < b ഇൻറ്റു റൂട്ട് എക്സ്. അത് കിട്ടിയല്ലോ. ഇനിയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, ഈ 3 ടേം, ഈ വലിയ തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് 3 പാർട്ടുകളാക്കിയിട്ടില്ലേ, ഈ 3 എണ്ണത്തിന് നമ്മൾ < നെഗ്ലിജിബിൾ വാല്യൂ എന്നിലേക്ക് കൊണ്ടുവരാൻ പോവുക. ഈ 3 എണ്ണം നമ്മൾ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടേം ഇതായിരുന്നു, μ(n) ഇൻറ്റു ക്യാപിറ്റൽ f(x/n)ൻ്റെ മോഡുലസ് ഈ സമ്മേഷനിലത്തെ ഫസ്റ്റത്തെ ടേം ആട്ടോ എടുത്തത്. എവിടെ നിന്ന് വന്നു എന്ന് ആലോചിക്കേണ്ട, ഈ സമ്മേഷൻ്റെ ഫസ്റ്റ് ടേം എടുത്തു, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടേം എടുക്കും, അത് കഴിഞ്ഞിട്ട് തേർഡ് ടേം കൺസിഡർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടേമാണ് സമ്മേഷൻ b μ(n) f(x/n), അതിൻ്റെ മോഡുലസ് ഞാൻ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും < വരും. ഓക്കെ, ട്രയാങ്കിൾ ഇനിക്വാലിറ്റി ഒക്കെ വെച്ചിട്ട്. പിന്നെ നമുക്കറിയാം μ(n)ൻ്റെ വാല്യൂ എപ്പോഴും < 1 ആണ്. അപ്പോൾ ഞാൻ ആ മോഡ് μ(n) വരെ ഞാൻ < കൊടുത്തിട്ട് അതിനെ ഒഴിവാക്കി. ഇനി f(x/n) എന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം മോഡ് f(x) < b റൂട്ട് എക്സ് ആണ്. അപ്പോൾ മോഡ് f(x/n) എക്സിന് പകരം x/n കൊടുത്ത് എഴുതാം, b ഇൻറ്റു റൂട്ട് ഓഫ് x/n എന്ന് എഴുതാം. ഓക്കെ, ഇത്രയേ ചെയ്തുള്ളൂ, ഇത് ഞാനിവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി b ഇൻറ്റു റൂട്ട് ഓഫ് x/n ഇവിടെ വേരിയബിൾ ആരാ, n അല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിയും കോൺസ്റ്റൻ്റ് ആണ്, റൂട്ട് എക്സും കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. സമ്മേഷൻ b 1/√n വരും. ഇനി ഈ സൈഡിൽ പറയുന്നത് വേണമെന്നൊരു നിർബന്ധമില്ല, ഞാൻ ഇത് കാണാപ്പാടം പഠിച്ചിട്ട് എഴുതിയാലും മതി. എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ സമ്മേഷൻ b < b റൂട്ട് എക്സ് പുറത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, 1/√n പകരം ഞാൻ √1/1/b എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും പെട്ടെന്ന് തലയിൽ കയറൂല. ഇനി ഡയറക്റ്റായിട്ട് ഈ സ്റ്റെപ്പ് എഴുതിയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന n < b മാത്രം. ഞാൻ രണ്ടിടത്തും, അല്ലെങ്കിൽ n b-നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1/b എടുത്തു കഴിഞ്ഞാൽ n-നേക്കാൾ കുറവായിരിക്കില്ലേ. ഇപ്പം നിങ്ങൾ 10 11-നേക്കാൾ കുറവാണ്, 11, അപ്പോൾ 1/11 എന്തായാലും അത്രയും ചെറുതായിരിക്കും. ഇങ്ങനെ എഴുതാമല്ലോ. ഞാൻ എന്തുകൊണ്ട് നല്ല റീസണാണ് പറയുന്നത്, ഒന്നും ആവശ്യമില്ല. 1/1/b എടുത്ത് രണ്ടിടത്തും റെസിപ്രോക്കൽ എടുത്ത് കഴിഞ്ഞാൽ ഇനീക്വാലിറ്റി ചേഞ്ച് ആവും. 1/1/b > 1/n എന്ന് വരും. അപ്പോൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആ > അവിടെ തന്നെ ഉണ്ടാവും. അതായത് 1/1/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏത് n അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും b അവിടെ ഫിക്സഡ് ആണല്ലോ, b മാക്സിമം വാല്യൂ 1/1/b-നേക്കാൾ കുറവായിരിക്കും. അപ്പോൾ എനിക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ വരാവുന്ന മാക്സിമം വാല്യൂ ഞാൻ സമ്മിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/1/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b ആണ്, അപ്പോൾ √b എന്ന് വരും. ഈ സമ്മേഷനകത്ത് ഇപ്പോൾ വേരിയബിൾ n ആണ്, വേരിയബിൾ ഇല്ല, √b പുറത്തേക്ക് എടുത്തു. √b പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര തവണ, പിന്നെ നമ്മൾ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ എത്ര തവണ നമ്മൾ n കൗണ്ട് ചെയ്യണം, ബോക്സ് b ടൈംസ് കൗണ്ട് ചെയ്യണം. അപ്പോൾ √b പുറത്തേക്ക് എടുത്തു, പിന്നെ ബോക്സ് b എഴുതി കൊടുത്തു. അങ്ങനെയാണ് ഇതൊക്കെ വന്നത്. ഓക്കെ, കിട്ടിയവർക്ക് പെട്ടെന്ന് ഇതൊന്നും ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് പറയണ്ട. അപ്പോൾ b ഇൻറ്റു ബോക്സ് b, പിന്നെ ഒരു √x ഉണ്ട്, ഒരു √b ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ a = b ഇൻറ്റു ബോക്സ് b എന്ന് കൊടുക്കാൻ പോവുക. ഈ b ഇൻറ്റു ബോക്സ് ബിക്ക് പകരം ക്യാപിറ്റൽ A എന്നൊരു പുതിയൊരു സിമ്പിൾ കൊടുക്കാൻ പോവുക. ഓക്കെ, എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല, ഇത് പ്രൂഫ് ഇങ്ങനെയാണ്. അപ്പോൾ
ബി ഇൻറ്റു ബോക്സ് ബിക്ക് വരെ ഞാൻ എ എന്ന് കൊടുത്തു, എക്സിന് വരെ എക്സ് തന്നെ. നമ്മൾ പറഞ്ഞിരുന്നു എ ബി ഈക്വൽ ടു എക്സ് ആവുന്ന എയും ബി ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ബിക്ക് പകരം എക്സ് ബൈ എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ബൈ എന്ന് വരും. റൂട്ട് എക്സ് ഇൻറ്റു എക്സ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എക്സ് സ്ക്വയർ, എക്സ് നമുക്ക് റൂട്ടിന് പുറത്തേക്ക് എടുക്കാം, എ ഇൻറ്റു എക്സ് ബൈ റൂട്ട് എ അങ്ങനെ വരും. ഓക്കെ. അയ്യോ, ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ഇൻക്രീസ് ചെയ്തിട്ട് എ ബൈ റൂട്ട് എൻ്റെ വാല്യൂ, എ ഫിക്സഡാണ്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇൻറ്റു ബോക്സ് ബി ആ ഫോമാറ്റിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എ വലുതാക്കിയിട്ട് എ ബൈ റൂട്ട് എൻ്റെ വാല്യൂ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഒരു നിങ്ങളെ നെഗ്ലിജിബിളായിട്ട് ചെറിയൊരു 0.2 ചെറിയൊരു വാല്യൂ എടുത്തു തരുക. ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ വലുതാക്കിയിട്ട് എ ബൈ റൂട്ട് എൻ്റെ വാല്യൂ എപ്സിലോണിനേക്കാൾ ചെറുതാക്കാൻ കഴിയും. അങ്ങനെ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എ അങ്ങനെ ചൂസ് ചെയ്തിട്ട് ഈ എ ബൈ റൂട്ട് എൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആക്കി മാറ്റുക. സോ നമുക്ക് പറയാം ഈ സമ്മേഷൻ്റെ മോഡുലസിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എക്സ് ഫസ്റ്റത്തെ ടേമിൻ്റെ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഒരെണ്ണം കഴിഞ്ഞു. ഇതുപോലെ ഇനി അടുത്തൊന്നും ഇത്ര പണിയില്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞു. 85% ആയി, ഇനി പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ടേം, ആ സമ്മേഷനിലെ രണ്ടാമത്തെ ടേം ഈവൻ്റെ കഴിഞ്ഞു. ലെസ് ദാൻ എപ്സിലോൺ എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടാർഗറ്റ് അച്ചീവ്ഡ്. അതുപോലെ അടുത്ത് എടുക്കാം, സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എഫ് ഓഫ് എൻ ഇൻറ്റു മ്യൂ ഓഫ് എക്സ് ബൈ എൻ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അസംഷനാണ് ക്യാപിറ്റൽ എം ഓഫ് എക്സ് ഈക്വൽ ടു ലിറ്റിൽ ഓ ഓഫ് എക്സ്. ഞാൻ ബിഗ് ഓഫ് എക്സ് എഴുതിയാണ് വെട്ടിയത്. ലിറ്റിൽ ഓ ഓഫ് എക്സ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ലിറ്റിൽ ഓ ഓഫ് എക്സ് ആസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻഫിനിറ്റിക്ക് പോകും തോറും എം ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ അത്രയും നെഗ്ലിജിബിൾ ആവും, അല്ലെങ്കിൽ സീറോയിലേക്ക് ടെൻഡ് ചെയ്യും എന്നാണല്ലോ ലിറ്റിൽ ഓ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്ങും. അപ്പോൾ നിങ്ങൾ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും, ഇത് കുറച്ചും കൂടെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പോലെയാണ്, കഴിഞ്ഞു, ഒരു 1.5 പേജേ ഉള്ളൂ. അപ്പോൾ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു എപ്സിലോൺ ബൈ കെ കൺസിഡർ ചെയ്തൊന്ന് എഴുതാം. ഏതൊരു കെ റിയൽ നമ്പർ ആയിട്ടുള്ള കെ നിങ്ങൾ എപ്സിലോൺ ബൈ കെ, ഞാനൊരു എപ്സിലോൺ തന്നു, നിങ്ങൾ അതിന് വെച്ചിട്ടൊരു കെ എപ്സിലോൺ ബൈ കെ എന്നിട്ട് പുതിയൊരു നമ്പറാക്കി മാറ്റിയതിനെ. ഓക്കെ, ലിറ്റിൽ ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ചെറുതായി പോകുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ റിയലിൽ പഠിച്ചിട്ടുണ്ടാവും, ഒരു പർട്ടിക്കുലർ സിക്ക് ശേഷമുള്ള എക്സിന് ശേഷമൊക്കെ അല്ലെങ്കിൽ ആ വാല്യൂ നിങ്ങളുടെ ഈ എപ്സിലോൺ ബൈ കെനേക്കാൾ ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഈശ്വര കിട്ടിക്കാണണേ. അപ്പോൾ നമുക്ക് അതായത് എക്സിന് സി എന്നൊരു പർട്ടിക്കുലർ നമ്പറിന് ശേഷമുള്ളവരൊക്കെ എം ഓഫ് എക്സ് ബൈ എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ കെ എന്ന് പറയാൻ കഴിയും. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ലേ. അപ്പോൾ എക്സ് ബൈ എൻ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ എക്സിന് പകരം എക്സ് ബൈ എൻ കൊടുക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എക്സ് ബൈ എൻ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ മോഡുലസ് ഓഫ് എം ഓഫ് എക്സ് ബൈ എൻ ബൈ എക്സ് ബൈ എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ കെ എന്ന് പറയാം. ഈ എക്സ് ബൈ എൻ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എം ഓഫ് എക്സ് ബൈ എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ കെ ഇൻറ്റു എക്സ് ബൈ എൻ എന്ന് വരും. ഇവിടെ ബൈ എക്സ് ബൈ എൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു എക്സ് ബൈ എൻ. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് പേജാണെങ്കിൽ കഴിഞ്ഞു. ഇനി അപ്പോൾ നമ്മൾ ആ സമ്മേഷൻ ഒന്നുകൂടെ എടുക്കാം. ഇതിവിടെ യൂസ് ചെയ്യാൻ കേട്ടോ, അതിന് വേണ്ടിയിട്ട് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എൻ ഇൻറ്റു ക്യാപിറ്റൽ എം ഓഫ് എക്സ് ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, രണ്ട് സമ്മേഷൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സമ്മേഷൻ ആദ്യം ഞാൻ ഉള്ളിലേക്ക് കൊടുത്തു, പിന്നെ അത് രണ്ടാൾക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മോഡ് എഫ് ഓഫ് എൻ ഇൻറ്റു നമ്മൾ എം ഓഫ് എക്സ് ബൈ എൻ ലെസ് ദാൻ എപ്സിലോൺ കെ ബൈ കെ ഇൻറ്റു എക്സ് ബൈ എൻ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഞാനിവിടെ അപ്ലൈ ചെയ്തതാണ്. ഓക്കെ, ഫോർ എവരി എക്സ് ബൈ എൻ ഗ്രേറ്റർ ദാൻ സി ആൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്, എക്സ് ബൈ എൻ ഗ്രേറ്റർ ദാൻ സി യു ആണ്. ഓക്കെ, ഫോർ എക്സ് ബൈ എൻ ഗ്രേറ്റർ ദാൻ സി ആകുമ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ എക്സ് ബൈ എൻ ഗ്രേറ്റർ ദാൻ സി ആണ്, എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എപ്സിലോൺ എക്സ് എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ സമ്മേഷൻ എപ്സിലോൺ എക്സ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ദേ ഇത്രയും ഭാഗത്തിന് നമ്മൾ കെ എന്ന് കൊടുക്കാൻ പോവാം. ഓക്കെ, അത്രയും ഭാഗത്തിന് അത് സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എ മോഡ് എഫ് ഓഫ് എൻ ബൈ എൻ ഈക്വൽ ടു സം കെ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ കെയും താഴത്തെ കെയും ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ ചൂസ് കെ ഈക്വൽ ടു 100 എഴുതിക്കോ. നിങ്ങൾ ഇതൊന്നും ഇത്രയും കാർഡ് കയറിയൊന്നും എഴുതണ്ട, ചൂസ് കെ ഈക്വൽ ടു 100 എഴുതുക. അപ്പോൾ അതിന് പകരം ഞാൻ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മുകളിലത്തെ കെയും താഴത്തെ കെയും ക്യാൻസലായി പോകും. എന്നിട്ട് നിങ്ങൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എക്സ് അങ്ങനെ എഴുതി നിർത്തിക്കോ. ഓക്കെ, ഈ രണ്ടാമത്തെ സമ്മ് ലെസ് ദാൻ ഈക്വൽ ടു സം എപ്സിലോൺ എക്സ് ഞാൻ ഡബിൾ സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തേന് സിംഗിൾ സ്റ്റാർ. അടുത്ത് മൂന്നാമത്തെ ടേം കുറച്ചും കൂടെ എളുപ്പമാണ്. മോഡ് എഫ് ഓഫ് എ ഇൻറ്റു എം ഓഫ് ബി അതായിരുന്നു നമ്മുടെ സമ്മേഷനിലെ മൂന്നാമത്തെ ടേം. എഫ് ഓഫ് എ ഇൻറ്റു എം ഓഫ് ബി. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ എഫ് ഓഫ് എൻ്റെ കേസ് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇൻറ്റു റൂട്ട് എക്സ്. അപ്പോൾ മോഡ് എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇൻറ്റു റൂട്ട് എന്ന് പറയാമല്ലോ. എക്സിന് പകരം ഞാൻ എ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അടുത്തത് ഇത് എന്തുകൊണ്ടെന്നുള്ളതാണ് പറയുന്നത്, എഴുതണം നിർബന്ധമില്ല. ഇനി മോഡ് എഫ് ഓഫ് എ ലെസ് ദാൻ നമുക്കറിയാം എ ഈക്വൽ ടു ബി ഇൻറ്റു ബോക്സ് ബി എന്നാണ്. ബോക്സ് ബി എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോൾ ഞാൻ ബിക്ക് വരെ എ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലുതാവുന്നല്ലേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഈ മോഡ് എഫ് ഓഫ് എക്ക് പകരം എ ഇൻറ്റു റൂട്ട് എന്ന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടാൽ മതി. അതേപോലെ തന്നെ എം ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു ബി മ്യൂ ഓഫ് എൻ ആയി. മ്യൂ ഓഫ് എൻ്റെ സമ്മാണ്. അപ്പോൾ അതിൻ്റെ മോഡ്ലെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടേമിൻ്റെ മോഡ്ലെസിനേക്കാൾ ഓക്കെ നമ്മൾ ഓരോ ടേമിൻ്റെ മോഡ്ലെസ് എടുത്തു കഴിഞ്ഞാൽ കൂടാനേ ചാൻസ് ഉള്ളൂ. മ്യൂ ഓഫ് എൻ്റെ നമ്മൾ മൊബീസ് വാല്യൂസ് 1 മാക്സിമം വരുള്ളൂ. അതിൻ്റെ മോഡ്ലെസ് 1 ആയിരിക്കും. അപ്പോൾ എന്തായാലും ക്യാപിറ്റൽ എം ഓഫ് ബീൻ്റെ മോഡ്ലെസ് ബീനേക്കാൾ കുറവായിരിക്കും. എ ഇൻറ്റു റൂട്ട് ഇതും അതെ, എപ്സിലോണിൻ്റെ റൂട്ട് ഇത് നമ്മൾ ഇതിൻ്റെയൊക്കെ റീസൺ സൈഡിൽ എഴുതിയാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി. എ ബൈ റൂട്ട് എ ലെസ് ദാൻ എപ്സിലോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ട് എന്നെ കൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എ ലെസ് ദാൻ എപ്സിലോണിൻ്റെ റൂട്ട് എന്ന് പറയാം. എക്ക് പകരേ ഞാൻ എപ്സിലോൺ റൂട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക. റൂട്ട് എ അതുപോലെ എഴുതി, ബിയും അതുപോലെ എഴുതി. എ ഇൻറ്റു റൂട്ട് എ ഇൻറ്റു ഇനി നമ്മൾ എ ലെസ് ദാൻ ബി ആയിട്ട് കരുതുന്നു. ഓക്കെ, എ ഒക്കെ ബീനേക്കാൾ ചെറുതായിട്ട് കരുതുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ ഒന്നും ഇനി വേണ്ട, നമുക്ക് ഒരുപാടായി. എപ്സിലോൺ ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ഇൻറ്റു ബി. ഈ റൂട്ട് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പോൾ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു ബി. ഇനി അതിൽ തന്നെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എക്സിനേക്കാൾ ചെറുതാണ്. അതിപ്പോൾ എവിടെ നിന്നാണ് വന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊന്നും നിങ്ങൾ കാട് കയറി ചിന്തിക്കേണ്ട. അപ്പോൾ ഞാൻ ഇനി അതും പറഞ്ഞത് വെറുതെ ലാഗ് അടിപ്പിക്കേണ്ട. എന്തായാലും ബി റൂട്ട് എക്സിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ബീനേക്കാൾ വലിയ റൂട്ട് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എപ്സിലോൺ നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം ഇതും ലെസ് ദാൻ എപ്സിലോൺ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ ടേമും ലെസ് ദാൻ എപ്സിലോൺ എക്സ് എന്ന് കിട്ടും. മൂന്ന് ഇക്വേഷനും സ്റ്റാറും ട്രിപ്പിൾ സ്റ്റാറും ഡബിൾ സ്റ്റാറും എല്ലാം നമുക്ക് കിട്ടിയത് ലെസ് ദാൻ എപ്സിലോൺ എക്സ് എന്നാണ് അല്ലേ. എല്ലാം ലെസ് ദാൻ എപ്സിലോൺ എക്സ് എന്ന് കിട്ടിയതുകൊണ്ട് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുന്നു. ആ സമ്മേഷൻ ലെസ് ദാൻ 3 ഇൻറ്റു 3 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ 3 എപ്സിലോൺ എക്സ് എന്നാവുമല്ലോ. ഇതൊന്ന് ഹെൻസ് ദ പ്രൂഫ് എന്ന് എഴുതി വയ്ക്കാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് നിങ്ങൾ ഒരു പർട്ടിക്കുലർ എക്സിന് ശേഷം ഫോർ സഫിഷ്യൻ്റ് ലാർജ് എക്സിന് ശേഷം ഈ 3 ഇൻറ്റു എപ്സിലോൺ എക്സ് നിങ്ങൾ ഏതൊരു എപ്സിലോൺ ഇത് എടുക്കുകയാണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാല്യൂ അല്ലെങ്കിൽ ബൈ എക്സ് നിങ്ങൾ ബൈ എക്സ് ചെയ്തു നിർത്താം. ലെസ് ദാൻ 3 എപ്സിലോൺ നല്ല കിട്ടുക. ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ലെസ് ദാൻ 3 എപ്സിലോൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് എപ്സിലോൺ എത്ര ചെറുതാക്കുമ്പോഴും ലെസ് ദാൻ 3 എപ്സിലോൺ ആയിട്ട് നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇത് സീറോയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത് പറയാം. അങ്ങനെ ഹെൻസ് ദ പ്രൂഫ്. അത്ര മതി. ലെങ്തിയാണ്, പക്ഷേ പഠിക്കുകയാണെങ്കിൽ നല്ലത്.